ഹലോ, ഇന്നത്തെ വീഡിയോ പേരക്കയുടേതാണ്. വെറൈറ്റി പ്ലാന്റ്സ് ഓഫ് ഗുവ. ഇപ്പോൾ കാണുന്നത് VNR ബിഹി പേരയാണ്. പേരക്കകളിൽ ലാർജ് സൈസാകുന്ന ഇനമാണ് VNR ബിഹിയുടേത്. ഇതിൻ്റെ അകത്ത് നല്ല വൈറ്റ് കളറാണ്, നല്ല ഫ്ലഷും ഉണ്ടാവും, കുരു കുറവായിരിക്കും. ഒരു പേരയ്ക്ക 300 ഗ്രാം മുതൽ 1 കിലോ വരെയൊക്കെ വെയിറ്റ് ഉണ്ടാവും. ചെടി വെച്ച് 2-ാം വർഷം മുതൽ തന്നെ നമുക്ക് പേരക്കയും കിട്ടിത്തുടങ്ങും. ഷെൽഫ് ലൈഫ് വാല്യൂ കൂടുതലാണ് VNR ബിഹിക്ക്. പേരക്കയിൽ നല്ലപോലെ വൈറ്റമിൻ സി ഉണ്ട്, ഫൈബർ ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ധാരാളം മിനറൽസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. കണ്ടില്ലേ, ഓരോ ബ്രാഞ്ചിലും ഈ 2 പേര വീതം. പക്ഷേ ഈ കാണുന്ന 2 പേര് ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ, 2ഉം കേടായിരുന്നു. പേരയ്ക്ക കേടാവാതിരിക്കാനും കിളി കൊത്താതിരിക്കാനും നമ്മൾ നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ഒരു പേരമരം നട്ട് അതിൽ പേരയ്ക്ക ഉണ്ടാവാൻ എത്ര വർഷം എടുക്കാറ്. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊക്കെ എന്ത് സുഖം, ഒരു പേരമരം വെച്ച് കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ അതിൽ നിറയെ പേരയ്ക്ക ഉണ്ടാവും. മാത്രമല്ല അവർക്കത് നിന്നുകൊണ്ട് കയ്യെത്തുന്ന ദൂരത്തിൽ നിന്ന് പറിക്കാനും പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ദൂരെ നിന്നാണ് ഈ പറമ്പിലേക്ക് വരുന്നതെന്ന്. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ അത്യാവശ്യം മൂത്ത പേരയ്ക്കയെല്ലാം നമ്മൾ പറിച്ചു കേട്ടോ. ഈ പേരയ്ക്കയുടെ അപ്പുറത്ത് നിൽക്കുന്ന പേരയ്ക്കുണ്ടല്ലോ, അത് നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അവസ്ഥ പറയാനില്ല, ചീഞ്ഞു പോയി. ഇനി കാണുന്നത് അർക്കാക്കരൻ്റെയാണ്. അതധികം മൂത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിർത്തി. ഇതൊരു കുള്ളൻ പേരയ്ക്കയാണ്, തായ്വാൻ പിങ്ക് ഗുവ അങ്ങനെ ആയിരുന്നു അതിൻ്റെ ടാഗിൽ. പക്ഷെ നമ്മളത് മുറിച്ച് നോക്കിയപ്പോൾ വൈറ്റ് കളറായിരുന്നു. നോക്കിക്കേ, അതിലെന്തോ ഒരു പ്രാണിയാണോ കിളിയാണോ എന്തോ ഒന്ന് കൊത്തിയിട്ടുണ്ട്. ചെടിക്ക് അധികം ഹൈറ്റൊന്നുമില്ല. ഉണ്ടായ പേരയ്ക്കാണെങ്കിൽ മുഴുവനും നിലമുട്ടിയാണ് കിടന്നിരുന്നത്. അതുകൊണ്ട് നിലത്തോട് മുട്ടിക്കിടന്ന പേരയ്ക്കയിൽ ചിലതെല്ലാം ചീത്തയായി. എല്ലാ പേരയ്ക്കയും ഞങ്ങൾ പറിച്ചു, മൂക്കാനും പഴുക്കാനും ഒന്നും നിർത്തിയില്ല. പേരമരം നടാൻ പ്ലാൻ ഉണ്ടെങ്കിലേ VNR ബിഹിയും അലഹാബാദ് സഫേദിയും നട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.